തുർക്കിയിലെ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ കേട്ടറിഞ്ഞൊന്നുമല്ല പലപ്പോഴും തുർക്കി പുറത്ത് കാണുന്നവർ. കാരണം വിവിധ ടെറൈനുകളിലായിട്ട് കുറേ രസമുള്ള കാഴ്ചകളുണ്ട്. ഓരോ സ്ഥലവും കുറേ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ തുർക്കിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ടർക്കിഷ് ഫുഡാണ്. ലോക ഫേമസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളത്. സോ തുർക്കിയിലെ ഭക്ഷണ വൈവിധ്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തുർക്കിയിലേക്കൊരു യാത്ര വളരെ രസകരമായിരിക്കും. അതോടൊപ്പം ഇതിനകത്ത് കുറേ കാഴ്ചകളുണ്ട്. ബുർസയുടെ കാഴ്ചകളുണ്ട്, ഇസ്താംബൂളിൻ്റെ മനോഹരമായ കാഴ്ചകളുണ്ട്, അങ്കാറയുണ്ട്, പൊമക്കല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒന്ന് ഈ കപ്പഡോക്കിയ എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രകൃതിയിൽ മനുഷ്യർ എങ്ങനെയാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചത്, ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. അതോടൊപ്പം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുണ്ട്. വെതർ അടിപൊളിയാണ്. ഈ തണുപ്പ് കാലത്ത് വരുന്നത് തുർക്കി ഏറ്റവും രസകരമായൊരു ഫീല് നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് മൈനസൊക്കെ ഇന്നലെ രാത്രി ആയിരുന്നു. ഇന്നിപ്പോൾ ഇപ്പം ഞങ്ങൾ മോർണിംഗിൽ ഇസ്താംബുളിലേക്ക് പോകാൻ. ഇപ്പോൾ ഇവിടെ ഒരു 2-3 ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത്. ബട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന തണുപ്പല്ല. നാട്ടിലെ തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ കുറച്ച് കാലം നിന്ന് കഴിഞ്ഞാൽ രസമായിരിക്കും. പക്ഷേ ഇതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഇങ്ങനെ ലോകമുണ്ട്, മനുഷ്യരൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഒരു കുഴിയിൽ തന്നെ നിന്ന് കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? യാത്ര ചെയ്യണം. ഒരുപാട് അനുഭവങ്ങളും മനുഷ്യരെയും ഒക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ചെറുതാണെന്ന് മനസ്സിലാവുള്ളൂ. താങ്ക് യു. ദിസ് ഇസ് മീ ഖസാഖ് ബെഞ്ചാലി.